ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനമില്ലാതെ തുടരുന്നതിനിടെ ഇന്ത്യയിലും സോഷ്യൽ മീഡിയയിൽ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. നടൻ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ പലസ്തീന് അനുകൂലമായ പോസ്റ്ററുകൾ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു. എല്ലാ കണ്ണുകളും റഫേൽ എന്ന തലവാചകത്തോടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ക്യാമ്പയിനിലാണ് ദുൽഖർ അടക്കമുള്ള താരങ്ങൾ പങ്കുചേർന്നത്. എന്നാൽ എന്തുകൊണ്ട് ഈ താരങ്ങൾ ഇസ്രായേൽ ഹമാസ് ഭീകരർ നടത്തിയ നരഹത്യക്കെതിരെ പ്രതികരിക്കാത്തത് എന്ന ചോദ്യവുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ഭീകരരെ വെള്ളപൂശിക്കൊണ്ട് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന താരങ്ങൾക്ക് ഒക്ടോബർ 7 ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പോസ്റ്റുകളും മറുപടി പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയാണ് യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത്. നിരവധി ഇസ്രായേലി വനിതകളെയാണ് ഹമാസ് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു തള്ളിയത്. പിഞ്ചുകുഞ്ഞുങ്ങളെ ഒരു ദയയും ഇല്ലാതെ കൊന്നു. എല്ലാത്തിനും തുടക്കം കുറിച്ച ഹമാസ് നരനായാട്ടിനിടെ കേരളത്തിലെ സിനിമാ താരങ്ങളും ഇടതു ബുദ്ധിജീവികളും എന്തുകൊണ്ടാണ് ശബ്ദിക്കുന്നതെന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർന്നുവരുന്നത്. ഒക്ടോബർ 7 എവിടെയായിരുന്നു നിങ്ങളുടെ കണ്ണുകൾ എന്ന തലവാചകത്തോടെ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനും സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. റഫേലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വരഹിതമായ ആക്രമണം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരുന്നു. മെയ് 26 ഗസയിലെ പ്രാദേശിക സമയം രാത്രി 8:45 ആക്രമണം നടന്നത്. റാഫ നഗരത്തിൻ്റെ വടക്കു പടിഞ്ഞാറുള്ള നിയുക്ത സേഫ് സോൺ ആയ താൽ അസ് സുൽത്താൻ ഏരിയയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. കുറഞ്ഞത് 8 ഇസ്രായേൽ മിസൈലുകൾ ഇവിടെ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇസ്രായേൽ 7 മാസമായി തുടരുന്ന ഇടതടവില്ലാത്ത ആക്രമണത്തെ തുടർന്ന് അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടിയവർക്കെതിരെയായിരുന്നു ഇസ്രായേൽ ആക്രമണമെന്നാണ് പറയുന്നത്. ആക്രമണത്തിൽ 45 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് പിന്നാലെ പലസ്തീൻ ഐക്യദാർഢ്യവുമായി പ്രമുഖരായ വ്യക്തികളും മനുഷ്യാവകാശ സംഘടനകളും ലോകവ്യാപകമായി പ്രതിഷേധം ഉയർത്തിയിരുന്നു. മലയാള സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള പ്രശസ്ത വ്യക്തികൾ ഇതോടെ സോഷ്യൽ മീഡിയ വഴി പ്രതിഷേധവും അറിയിച്ച് രംഗത്തെത്തി. റഫേൽ നിരപരാധികളായ പലസ്തീനികളെ നിഷ്ഠൂരമായി ആക്രമിച്ചതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ ചർച്ചകളും ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. ആക്രമണത്തിൽ നിരവധി ടെന്റുകൾക്ക് തീപിടിച്ചുവെന്നാണ് പറയുന്നത്. വ്യോമാക്രമണത്തിൽ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് നിരവധി പേർ ജീവനോടെ കത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇത്തരം ക്രൂരതകൾ പ്രതിഷേധിച്ചുകൊണ്ടും പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം നടന്നത്. വൈറലായിക്കൊണ്ടിരിക്കുന്ന ഓൾ ഐസ് ഓൺ റഫ എന്ന ചിത്രം ഷെയർ ചെയ്തുകൊണ്ടാണ് സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഇസ്രായേലി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരുടെയും കത്തിക്കരിഞ്ഞ ശരീരങ്ങളുടെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ എല്ലാ കണ്ണുകളും റഫേൽ എന്ന വാചകം ഉള്ള ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി തുടങ്ങുകയുണ്ടായി. മനുഷ്യാവകാശ ഗ്രൂപ്പുകളും സാമൂഹിക പ്രവർത്തകരും നേതൃത്വം നൽകുന്ന ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ഗാസ മുനമ്പിലെ തെക്കൻ നഗരമായ റഫേലേക്ക് ലോകത്തെ ആകർഷിക്കുക എന്നതാണ്. ആക്രമണത്തിന് ശേഷവും നിരവധി പേരാണ് ഇവിടെ ഇടുങ്ങിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്. ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ എണ്ണം ഏകദേശം 1.5 ദശലക്ഷമാണ്. അഭയാർത്ഥി ക്യാമ്പുകൾ ബാക്കിയായി ഇവർക്ക് നേരെയും ഇനിയും കണ്ണടയ്ക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളതാണ് ക്യാമ്പയിൻ. ഓൾ ഐസ് ഓൺ റഫ എന്ന വാക്കുകൾ അഭയാർത്ഥി ക്യാമ്പുകളെയാണ് സൂചിപ്പിക്കുന്നത്. ജീവനോടെ ഇനിയും ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഈ പോരാട്ടമെന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ സൃഷ്ടിച്ച വൈറൽ ആക്ടിവിസ്റ്റ് ചിത്രത്തിൽ ഒന്നായിരിക്കാം ഇതെന്നും പറയുന്നു. ഒട്ടും റിയലിസ്റ്റിക് ആയല്ല ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. വിചിത്രമായ നിഴലുകൾ ചിത്രത്തിൽ പ്രത്യക്ഷമാണ്. അഭയാർത്ഥി ക്യാമ്പുകളും യഥാർത്ഥമല്ല എന്നതാണ് വിലയിരുത്തൽ.